നമസ്കാരം. ആഗോള കപ്പൽ മേഖലയിൽ വരുന്ന എന്ത് ചലനങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം, മനസ്സിലാക്കണം. ശൈലിക കമന്ററി ആരംഭിക്കുന്നു. TRVയുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ സൂയസ് കനാൽ റെഡ് സീ പാത സുഗമമാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഇവിടെ MSC മാത്രമേ ഉള്ളൂ. MSCയുടെ കണ്ടെയ്നർ കപ്പലുകൾ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ LNG ബങ്കറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ആശയം, ഒരു വലിയ സ്വപ്നം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മെത്തനോൾ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നവും നമ്മുടെ പ്രാദേശികമായി നമുക്ക് താല്പര്യമുണ്ട്. ഇത് കൂടാതെ തന്നെയും കപ്പൽ മേഖലയുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പോർട്ടിന് കഴിയും. ആ സാഹചര്യത്തിൽ എല്ലാത്തരം കപ്പലുകളും എല്ലാ കമ്പനികളും നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് മാറുകയാണ്. അങ്ങനെ മാറ്റണം, അതാണ് നമ്മുടെ നയം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ നയം. അവിടെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് 2 ദിവസം മുമ്പ് നടന്നത്. ഫെബ്രുവരി 10-നാണെന്ന് തോന്നുന്നു. ഫെബ്രുവരി 10 നടന്നത്. The first of Maersk's flagship dual fuel methanol vessel made its scheduled eastbound transit of the Suez Canal. ആദ്യം നേരത്തെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ലൈനർ സർവീസ് എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് വെസൽ, മേഴ്സ്കിന്റെ ഫസ്റ്റ് വെസൽ സുയസ് കനാൽ കടന്നു. മാർക്കിംഗ് ദ റിട്ടേൺ ഓഫ് വൺ ഓഫ് ദ ലൈനർ റൂട്ട്സ് ടു ദ സുയസ് റെഡ് സീ കോറിഡോർ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് എല്ലാ കപ്പലുകളും വരുന്നത് സുയസ് കനാൽ കടന്നാണ്. അവിടെ ഒരു തടസ്സപ്പെട്ട ഒരു കപ്പലിന്റെ കഥ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. എവർഗ്രീൻ്റെ ഒരു കപ്പൽ കുറുകെ കടന്നിട്ട് ഒരാഴ്ചയോളം ഗതാഗതം മുടങ്ങിപ്പോയി. അപ്പോഴും കപ്പലുകൾ ഡീവിയേറ്റ് ചെയ്ത് ആഫ്രിക്ക ചുറ്റിയാണ് പോയത്. അപ്പോൾ ആ പാത വീണ്ടും പുനരാരംഭിച്ചതിന്റെ തുടക്കം. മേഴ്സ്ക് നേരത്തെ പരീക്ഷണം നടത്തിയെങ്കിൽ ഇപ്പോൾ ഇതൊരു റെഗുലർ സർവീസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലോട്ട് തന്നെയാണ് ഈ കപ്പൽ വരുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. Maersk had recently announced its Gemini cooperation with Hapag-Lloyd. അപ്പോൾ 2 കപ്പലുകളുണ്ട്. മേഴ്സ്ക് മാത്രമല്ല, ഇതിനകത്ത് ഹപ്പാക്-ലോയിഡും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഒരു കൺസോർഷ്യമാണ് ജെമിനി കോപ്പറേഷൻ. Maersk had recently announced its Gemini cooperation with Hapag-Lloyd would be restoring a route operating between the Mediterranean, Middle East and India as the first since the beginning of 2024. 2024 അവസാനിച്ച സംഭവമാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു റെഗുലർ സർവീസ് എന്നുള്ള നിലയ്ക്ക് മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ. മിഡിൽ ഈസ്റ്റ് കപ്പൽ ഞാൻ നോക്കുമ്പോൾ നേരെ പോകുന്നത് ഒമാനിലോട്ട്, സലാലയിൽ പോയിട്ടായിരിക്കും. ഇന്ത്യയിൽ മിക്കവാറും JNPT തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ഒരു റെഗുലർ സർവീസിന് തുടക്കം കുറിക്കുവാൻ മേഴ്സ്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. മേഴ്സ്കിന് പിന്നാലെ MSC വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം മേഴ്സ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൂവണാണ്, ലോകത്തിൽ കപ്പൽപാത സുഗമമാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. മേഴ്സ്ക് ഇൻ ഡിസംബർ ആൻഡ് ജാനുവരി മെയ്ഡ് എ ട്രയൽ ട്രിപ്സ് ത്രൂ ദി റീജിയൻ വിത്ത് കമ്പനീസ് വെസൽസ്. അവരുടെ വെസലുമായിട്ട് ഡിസംബറിലും ജാനുവരി, അത് നമ്മൾ സൈലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ ട്രയൽ നടത്തുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറ്റ് സെഡ് ദാറ്റ് the transits through the Red Sea would continue to be secured by naval assistance. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക്, സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. കാരണം ഒരു തിക്താനുഭവമാണ് ഈ റൂട്ട് ലോക കപ്പൽ മേഖലയ്ക്ക് സമ്മാനിച്ചത്. തുരുതുര മിസൈൽ വിട്ട് കപ്പലുകൾ മുക്കിയ അനുഭവത്തിൽ നിന്ന് അവരിപ്പോഴും മോചിതരായിട്ടില്ല. അതുകൊണ്ട് തന്നെ നേവൽ അസിസ്റ്റൻസ് കപ്പലിനകത്തോ ഓൺബോർഡിലോ പുറത്തോ ഒക്കെയുള്ള സഹായത്തോടു കൂടിയാണ് ഈ യാത്ര തുടരുന്നത്. അതിന്റെ ചിത്രങ്ങൾ അവരിട്ടിട്ടുണ്ട്. സുയസ് കനാൽ കടന്നു വരുന്ന ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. ദ ട്രാൻസിറ്റ് കംപ്ലീറ്റഡ് ഓൺ ട്യൂസ്ഡേ ഫെബ്രുവരി 10. ഈ സുയസ് കനാൽ കടക്കുന്ന ട്രാൻസിറ്റ് ഫെബ്രുവരി 10 കംപ്ലീറ്റ് ചെയ്തു. വാസ് വൺ ഓഫ് 36 വെസൽസ്. ആ ദിവസം 36 വെസലുകൾ കടന്നു പോയിരുന്നു. വിത്ത് എ ടോട്ടൽ ഗ്രോസ്, അത് അവരുടെ സുയസിന്റെ ഒരു ദിവസം കടന്നുപോയ കപ്പലുകളുടെ ടണ്ണേജ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കപ്പൽ കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാന വാർത്ത. അത്തരത്തിൽ കണ്ടെയ്നർ വെസൽ മാത്രമല്ല, ഇനി ബൾക്ക് വരും,
ക്രൂഡ് കാരിയേഴ്സ് വരും, LNG കാരിയേഴ്സ് വരും, പിന്നെ ക്രൂയിസ് വെസൽസ് വരും. അങ്ങനെ ലോകത്തിലെ എല്ലാ കപ്പലുകളും വരുമ്പോൾ കിഴക്കോട്ട് പോകുന്ന ചൈനയിലോട്ടും സിംഗപ്പൂരിലോട്ടും ഒക്കെ ജപ്പാനിലോട്ടും കൊറിയയിലോട്ടും ഒക്കെ പോകുന്ന കപ്പലുകൾ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ ഉള്ള സാധ്യത കൂടി ആരോടാണ് പറയേണ്ടത്? സർക്കാരിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന് അറിയില്ല. എന്തായാലും അത് എൻകാഷ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെങ്കിലും ചുണയുള്ളവർ കാര്യം നേടിയെടുക്കട്ടെ. നമുക്കതിന്റെ സ്പിൽ ഓവർ ബെനിഫിറ്റ്സ് എങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മുടെ പോർട്ട് ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യപ്പെടും. മേസ്കിന്റെ ഒരു കപ്പൽ വന്നു, CMSCGMന്റെ ഒരു കപ്പല് സർവീസിനോ മെയിന്റനൻസിനോ ബങ്കറിങ്ങിനോ എന്തിനെങ്കിലും വന്നു എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവൻ നമ്മുടെ പോർട്ട് മാർക്കറ്റ് ചെയ്യപ്പെടും. ദ ഷിപ്പ് ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ഹാൻഡിൽഡ് കണ്ടെയ്നേഴ്സ് അറ്റ് ദ കണ്ടെയ്നർ ടെർമിനൽ. വരുന്നതിന് മുമ്പ് ഈജിപ്തിലെ കണ്ടെയ്നർ ദ ഷിപ്പ് ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ഹാൻഡിൽ കണ്ടെയ്നേഴ്സ് അറ്റ് ദ കണ്ടെയ്നർ ടെർമിനൽ ഇൻ ഈസ്റ്റ് പോർട്ട് സെയ്ദ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഒരു കപ്പൽ പോലും ഇന്ന് വരെ പോർട്ട് സെയ്ദിലോട്ട് പോയിട്ടില്ല. കാരണം എന്താണ്? സുയസ് റൂട്ട് നമുക്കില്ലല്ലോ. സുയസ് ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പോർട്ട് സെയ്ദ്. അങ്ങനെ അവിടെ ഡിസ്ചാർജ് ചെയ്ത് ലോഡ് ചെയ്തിട്ടാണ് വന്നത്. ദെൻ ബങ്കേർഡ്, അതാണ് നമ്മുടെ അടുത്ത വിഷയം. ദെൻ ബങ്കേർഡ് മെത്തനോൾ ഫ്യൂവൽ, അടിയുടെ സിമ്പൽ. അവിടെ നിന്ന് മെത്തനോൾ ഫ്യൂവൽ എടുത്തു അത്. അപ്പോൾ ഈജിപ്റ്റ് പോലും മെത്തനോൾ ഫ്യൂവൽ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളിടത്താണ് നമ്മുടെ വാദം കുറച്ചുകൂടി ശക്തമാകുന്നത്. ദെൻ ബങ്കേർഡ് മെത്തനോൾ ഫ്യൂവൽ ബിഫോർ പ്രൊസീഡിംഗ് ത്രൂ ദി സുയസ് കനാൽ. ഇപ്പൊ സുയസ് കനാലിന് തൊട്ട് മുമ്പിലാണ് ഈ പോർട്ട് സെയ്ദ്. അവിടെ നിന്ന് ബങ്കറിംഗ് നടത്തിയിട്ടാണ്, മെത്തനോൾ ബങ്കറിംഗ് നടത്തിയിട്ടാണ് കപ്പൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഒരു വെടിക്ക് എത്ര പക്ഷിയാണ്? നമുക്ക് സുയസ് കനാൽ തുറന്നു കിട്ടുന്നതോടുകൂടി ലോകം മുഴുവനുമുള്ള എല്ലാ കപ്പലുകളുടെയും സാന്നിധ്യം നമ്മുടെ തുറമുഖത്ത് ഉറപ്പാക്കാൻ കഴിയുന്നു. മാത്രമല്ല മേസ്കിന്റെ ഈ ആസ്ട്രേറ്റ് മേസ്ക് ആണ് വരുന്നത്. ആസ്ട്രേറ്റ് മേസ്ക് ആവുമ്പോൾ മെത്തനോൾ ഫ്യൂവലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ഒരു വാർത്ത കൂടി നമുക്ക് പ്രചോദനം നൽകേണ്ടതാണ്. ലോകം എത്രത്തോളം മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ മിക്കവാറും ദിവസങ്ങളിൽ ഒരു വാർത്തയെങ്കിലും മെത്തനോളുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ സുയസ് കനാൽ കൺസെഷൻസ് കൊടുത്തുകൊണ്ടാണ് ചരക്ക് കപ്പലുകളെ കടത്തിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആസ്ട്രേറ്റ് മേസ്കിന് 15% സാധാരണ അവരുടെ നിരക്കിൽ നിന്ന് 15% കുറവ് വരുത്തിക്കൊണ്ടാണ് കപ്പലിനെ ട്രാൻസിറ്റ് കടത്തി വിട്ടിരിക്കുന്നത്. അപ്പോ ഡീവിയേറ്റ് ചെയ്യപ്പെട്ട അപ്പോൾ ആഫ്രിക്ക ചുറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2 വർഷമായി 23 തൊട്ടേ ഈ പ്രശ്നമുണ്ട്. കപ്പലുകളെല്ലാം ആഫ്രിക്കയിലോട്ട് പോകുമ്പോൾ വലിയ തോതിലുള്ള നഷ്ടമാണ് ഈജിപ്തിന് സുയസ് കനാൽ അതോറിറ്റിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ പല വിട്ടുവീഴ്ചകളും അവർ ചെയ്യാനുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ട്രാൻസിറ്റ് കോസ്റ്റിൽ കുറവ് വരുന്നുണ്ട്. ഈ യാത്രയിൽ 15% അവർ കുറച്ചു കൊടുത്തിരിക്കുന്നത്. അതിലൂടെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന കപ്പലുകളെയൊക്കെ സുയസ് വഴി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈജിപ്തിന്റെ സുയസ് കനാൽ അതോറിറ്റിയുടെ ലക്ഷ്യം. നമ്മൾ ഇത് കാറ്റുള്ളപ്പോൾ തോറ്റണമെന്ന് പറയുന്ന പോലെ ഇതൊരു ഒന്നാം തരം അവസരമായിട്ട് നമുക്കും ഇത്തരം സർവീസുകൾ കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബോത്ത് അല്ല, കോർപ്പറേഷൻ, ട്രിവാൻഡ്രം കോർപ്പറേഷൻ, കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കാനല്ലാതെ തൽക്കാലം മറ്റു മാർഗങ്ങളില്ല.